4 ദിവസം നീണ്ട കാത്തിരിപ്പും പ്രാർത്ഥനകളും വിഫലമായി. ചിക്കമംഗളൂരിലെ മാണിക്യധാര വെള്ളച്ചാട്ടിന് സമീപം കാണാതായ പാലക്കാട് സ്വദേശിനി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 1500 അടി താഴ്ചയുള്ള അഗാധമായ കൊക്കയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ആധുനിക തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഇന്ന് ഉച്ചയോടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. എന്നാൽ മകളുടേത് അപകട മരണമല്ലെന്നും കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമാണെന്നും കുടുംബം ആരോപിക്കുന്നു. കാരണം മാണിക്യധാര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചരിവുള്ളത്. ഇപ്പോൾ കൂടെ കിട്ടിയെന്ന് പറയുന്ന ചരിവ്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് കുട്ടി വന്നത്. അന്ന് 10 നമ്മൾ കുട്ടി കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പൊ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കി ഇവിടെ കുറേ അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. അന്വേഷണം വേണം. കുട്ടി വെള്ളച്ചാട്ടം കണ്ട് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നു. പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിന്റെ അടുത്ത് വരാൻ വന്നു. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു സൈഡിലേക്ക് ഏകദേശം 150 മീറ്റർ. പിന്നെ ആ സമയത്ത് കുട്ടിയുടെ രക്ഷിതാക്കളെല്ലാം ഇപ്പുറത്ത് നിൽക്കണ്ടായിരുന്നു. കുട്ടിയുടെ അച്ഛനും ഭാര്യയും അവർ നിൽക്കുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചത്. രമേശോട് വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ഇവർ ആ സൈഡിൽ നിന്നത് ഈ ബോഡി കിട്ടിയെന്ന് ഏരിയയിൽ നിന്നത്.